തോട്ടവിളകൾക്കൊപ്പം സുഗന്ധവിളകളും അതിസമ്പന്നമായി വിളയുന്ന അട്ടപ്പാടി മേഖലയിൽ ഈ വിളകളുടെ തൈ ഉൽപ്പാദനവും കൃഷിയും വിപണനവുമൊക്കെയായി തന്റെ 78-ാം വയസ്സിലും ചുറുചുറുക്കോടെ നിറഞ്ഞ പുഞ്ചിരിയുമായി ജീവിതം നയിക്കുകയാണ് കേരകേസരി അവാർഡ് ജേതാവ് കൂടിയായ പാലക്കാട് ഷോളയൂർ സാമ്പാർകോട് പുത്തൻപുരയിൽ PM മാത്യു എന്ന പരമ്പരാഗത കർഷകൻ. 1965 കോട്ടയം ജില്ലയിലെ പാലാ മേലുകാവിൽ നിന്നും അട്ടപ്പാടിയിലേക്ക് കുടിയേറിയ ഇദ്ദേഹം 45 വർഷമായി കാർഷിക രംഗത്ത് സജീവമാണ്. അന്ന് തരിശായി കിടന്നിരുന്ന 16 ഏക്കർ 30 സെന്റ് സ്ഥലം ഇന്ന് തോട്ടവിളകളും സുഗന്ധവിളകളും ഫലവൃക്ഷങ്ങളുമായി സമ്പൽ സമൃദ്ധിയുടെ തോട്ടമായി മാറിയിരിക്കുന്നു. തൈ ഉൽപാദനത്തിന് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായം ഇദ്ദേഹത്തിന്റെ വെസ്ട്രിച്ച് ഫാം നഴ്സറിക്കും പോളി ഹൗസിനും ലഭിച്ചിട്ടുണ്ട്. ഇത് SHMന്ന് കിട്ടിയിരിക്കുന്ന പോളി ഹൗസ് ആണ്. ഇത് 400 സ്ക്വയർ മീറ്റർ വലിപ്പമുണ്ട്. പിന്നെ ഇത് 8500 രൂപയാണ് ഇതിന് ചിലവായിരിക്കുന്നത്. അതിൽ 5-6 ലക്ഷം രൂപ സബ്സിഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 12 വർഷത്തോളം ആയിട്ടുണ്ട്. 7 വർഷം കഴിഞ്ഞപ്പോൾ ഷീറ്റ് മാറ്റി, അതിന് അഡീഷണൽ ഷീറ്റിന് അത് വേറൊരു ധനസഹായം SHMന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൃഷി ഇതിനകത്ത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആദ്യകാലങ്ങളിലെല്ലാം തക്കാളി, പച്ചക്കറി ഇങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിലുമൊക്കെ കുറച്ചുകൂടെ കേടുകളൊന്നും ഇല്ലാതെ വ്യാപകമായിട്ട് ചെയ്യാൻ ഈ കുരുമുളക് നഴ്സറി ഇതിനകത്ത് നന്നായിട്ട് ശരിയാവുന്നുണ്ട്. ഇത് പോളി ഹൗസ് ഉള്ളവർക്ക് മാത്രമേ ഈ PDS ഈ നഴ്സറി അത് നമുക്ക് സബ്സിഡി ആയിട്ട് നടത്താൻ തരുവുള്ളൂ. മാത്യു ചേട്ടന് നമ്മൾ SHM പദ്ധതിയിൽ ഹൈടെക് ഫാമിങ്ങിൽ നമ്മൾ പോളി ഹൗസ് കൊടുത്തിട്ടുണ്ട്. ആ പോളി ഹൗസിൽ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഏത് ഉദ്ദേശത്തിൽ പോളി ഹൗസ് കൊടുത്തിട്ടുണ്ടോ ആ ഉദ്ദേശം തന്നെ ഉദ്ദേശം നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന രീതിക്ക് തന്നെ നല്ല രീതിക്ക് ചെയ്തു പോകുന്നുണ്ട്. തുടങ്ങിയിട്ട് കുറച്ച് കൊല്ലം ആയാലും ഇപ്പോഴും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിക്ക് പോകുന്ന ഒരു കർഷകനാണ്. അതോടൊപ്പം തന്നെ ഏരിയ എക്സ്പെൻഷനിൽ നമുക്ക് മഞ്ഞ കൃഷി കൊടുത്തിട്ടുണ്ട്. അതേപോലെ മഞ്ഞൾ, ഇഞ്ചി ഇതെല്ലാം കൊടുത്താലും അതോടൊപ്പം തന്നെ നമ്മുടെ നട്ട്മക്ക് ഇതൊക്കെ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല രീതിക്ക് നമുക്ക് തന്നെ കാണാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ പരിപാലിച്ച് കൊണ്ടുവരുന്നുണ്ട്. നല്ലൊരു മോഡൽ പ്ലോട്ട് പോലെ തന്നെ അഗളി ബ്ലോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കർഷകനാണ് നമ്മുടെ മാത്യു ചേട്ടൻ. അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് വള്ളികൾ ഇവിടെ ഉത്പാദിപ്പിച്ച് വിപണനം നടത്തുന്നു. ഇത് കുമ്പക്കൽ കുരുമുളക് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, കണ്ണി ഊത്തിയാൽ ആ വർഷം തന്നെ ഇത് തിരിയുണ്ടാവും. അതായത് ഒറ്റ വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കും. പിന്നെ ഇത് ഷെയ്ഡിലും കുറച്ച് കായ്ക്കുന്ന ഒരു കുരുമുളകാണ്. ഷെയ്ഡിലും വരുന്നുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. വളക്കൂറുള്ള പോട്ടിംഗ് മിശ്രിതം വലിയ പൈപ്പിനുള്ളിൽ നിറച്ചതിനു ശേഷം കുരുമുളക് വള്ളികൾ നടുന്നു. ഇത് സർപ്പൻറ്റൈനിൻ്റെ വേറൊരു മോഡലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഇവിടെ ഇങ്ങനെ കണ്ടിച്ച് വേര് പിടിച്ചു കഴിഞ്ഞ് ഇത് മുളച്ച് കഴിയുമ്പോൾ ഇതെടുത്ത് മണ്ണിൽ കൂടയ്ക്കകത്തോട്ട് വെക്കും. അങ്ങനെ ഇത് മുഴുവൻ അങ്ങനെ കണ്ടിച്ച് ശരിയാക്കി വെച്ച് കൂടയിലോട്ട് എടുത്തു വെക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ കൂടയിലും ഓരോ മുട്ട് വരത്തക്ക രീതിയിൽ കൂടെ അടിയിൽ കൂടെ വെച്ചിട്ട് ഈർക്കിലി ഒടിച്ചിട്ട് ഇവിടെ കുത്തി വെക്കും. ഇങ്ങനെ കുത്തി വേര് പിടിച്ചു കഴിയുമ്പോൾ ഇത് ഇവിടെ വെച്ച് കണ്ടിച്ചെടുക്കും. കണ്ടിച്ച് വെച്ചിട്ട് മുളച്ച് കഴിയുമ്പോൾ മറ്റേ ഇതിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുരുമുളക് കൂടാതെ ഇഞ്ചി, ജാതി, സപ്പോട്ട, സീഡ്ലെസ് ലെമൺ, പപ്പായ തുടങ്ങിയ വിളകളും കൃഷി ചെയ്യുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളിൽ മികച്ച ആദായം നൽകുന്ന ഒന്നാണ് ജാതി. ഇതൊരു മുണ്ടത്താനം വെറൈറ്റി ജാതിയാണ്. മുണ്ടത്താനത്തിൻ്റെ ജാതിക്ക് മുഴുത്ത പത്രിയും, അതായത് ഒരു 75 കായ 1 കിലോ വരും. പിന്നെ അതിനനുസരിച്ച് കട്ടിയുള്ള പത്രികയാണ്. നല്ല വെറൈറ്റിയാണ്. ഇത് വേറൊരു വെറൈറ്റി ജാതിയാണ്, കണക്കേരയാണ്. ഇവർക്ക് പഴയ കാലം പോലെയുള്ള അവാർഡൊക്കെ കിട്ടി നല്ല പ്രശസ്തിയുള്ള ഒരു വെറൈറ്റി ജാതിയാണ്. ഇത് നിറയെ കായും പിടിക്കും, നല്ല കട്ടിയുള്ള പത്രികയാണ്. ഇത് വിശ്വശ്രീ എന്ന് പറയുന്ന കേരള സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജാതിയാണ്. നല്ലപോലെ കായും പിടിക്കും, മുഴുത്ത കായുമാണ്, സാമാന്യം വലിപ്പമുള്ള പത്രികയും. തോട്ടവിളകളിൽ പ്രധാനിയായ കാപ്പി കൃഷിയും കാപ്പിത്തൈ ഉൽപാദനവും ഇവിടെയുണ്ട്. ഇത് ചന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി കാപ്പിയാണ്. ഇത് നല്ലപോലെ കായ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. മറ്റു കേടുകളൊക്കെ വളരെ കുറവുണ്ട്. ഇതിന് കിലോയ്ക്ക് 320 രൂപ വിലയുണ്ട് ഇപ്പോൾ. ഇതിന് കുരുവിന് കുറച്ച് സാധാരണ അറബിയേക്കാളും കുരുവിന് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട്.
ഒരു ചാക്കിനകത്ത് ഈ കാലിത്തീറ്റ വരുന്ന ചാക്കിനകത്ത് ഒരു ചാക്ക് എടുത്ത് 51 കിലോ 52 കിലോ വരെയും വെയിറ്റ് കിട്ടും. ഇത് CN2R എന്ന് പറയുന്ന റോബസ്റ്റ കാപ്പിയാണ്. ഇതും നല്ല വിളവ് വരുന്നു. ഏക്കറിൽ 450 ചെടി വെക്കുകയും ചെയ്യാം. മറ്റേ കാപ്പിയേക്കാളും ഇത് കുറച്ചുകൂടെ കൂടുതൽ കായും വിളവെടുപ്പെല്ലാം കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ്. വിത്തിട്ട് മുളച്ച തൈകൾ, വളർന്നു തുടങ്ങുന്നവ, നടാൻ പാകമായവ, അങ്ങനെ വിവിധ ഘട്ടത്തിലുള്ള തൈകൾ ഇവിടെ അടുക്കി വച്ചിട്ടുണ്ട്. മികച്ച വിളവ് ലഭിക്കണമെങ്കിൽ കൃത്യമായ പരിപാലനം അത്യാവശ്യമാണ്. ജലസേചനം, വളപ്രയോഗം, കീടരോഗ നിയന്ത്രണം, കൊമ്പുകോതൽ തുടങ്ങിയവ യഥാസമയം ചെയ്യണം. പിന്നെ ഇതൊരു 2.5-3 അടിക്ക് പ്രൂൺ ചെയ്യണം കാപ്പി. മേലോട്ടുള്ള വളർച്ച ഒഴിവാക്കി ഇടയ്ക്കുന്ന് വരുന്ന കിളുക്കുകളെല്ലാം ഇതുപോലെ ഓടിച്ച് പ്രൂൺ ചെയ്യണം. കാലിവെള്ളമാണ് ഇത്. ഞങ്ങൾ തെങ്ങിന് നല്ലപോലെ കൊടുക്കുന്നുണ്ട്. തെങ്ങിനും ജാതിക്കും കാപ്പിക്കും കുരുമുളകും എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ ഒരു 10 ലോഡ് ഞങ്ങൾ വാങ്ങുന്നുണ്ട്. അത് ഒരു ലോഡിന് 25,000 മുതൽ 30,000 രൂപ വരെ വിലയാണ്. വിളസമൃദ്ധിയുടെ നേർക്കാഴ്ചയാണ് ഇവിടുത്തെ കമുകിൻ തോട്ടം. ഇവിടെ ഇപ്പോൾ ഒരു 5 വെറൈറ്റി കവുങ്ങുകളുണ്ട്. സുമംഗളയുണ്ട്, ഇന്റർമംഗളയുണ്ട്, കാസർഗോഡനുണ്ട്, പിന്നെ മംഗളയുണ്ട്. അത്ര കുറേ വെറൈറ്റികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം പിന്നെ പുതിയ വെറൈറ്റികളൊക്കെ ഇറങ്ങിയിരിക്കുന്നതൊക്കെ കൊണ്ടുവന്ന് നേഴ്സറി വെക്കുന്നുണ്ട്. അത് തൈ വെക്കുന്നുണ്ട്. കേരകേസരി അവാർഡ് ജേതാവിന്റെ കേരകൃഷിയെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഹരിതാഭമായ കേരനിരകൾ ഇവിടെ കാണാം. ഇതിനകത്ത് കൂടുതലും വെറൈറ്റി WCT എന്ന് പറയുന്ന വെറൈറ്റിയാണ് തെങ്ങ്. പിന്നെ ഹൈബ്രിഡുകളൊക്കെ ഉണ്ട് കേട്ടോ. വിശ്വശ്രീ ഉണ്ട്, പിന്നെ കേരശ്രീ ഉണ്ട്, കേരസങ്കരയുണ്ട്. തെങ്ങിന് കേരഗ്രാം എന്ന് പറഞ്ഞൊരു പരിപാടി ഈ കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്നുണ്ട്. അതിൽ വളങ്ങൾ, പിന്നെ ചുവട്ടിൽ ചകിരിച്ചോറ് ഇടാനുള്ള പരിപാടി, ചകിരി കമത്താനുള്ള രീതികൾ, അതിനെല്ലാം സബ്സിഡിയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കൃഷിക്കാവശ്യമായ ജലസേചനത്തിനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ നിർമ്മിച്ച ജലസംഭരണിയും ഇവിടെയുണ്ട്. വർഷങ്ങളായുള്ള കൃഷിയുടെ ഈ ജൈത്രയാത്രയിൽ PM മാത്യുവിനൊപ്പം ഭാര്യയും എല്ലാവിധ പിന്തുണയുമായി കൂടെയുണ്ട്. കാർഷിക രംഗത്തെ തന്റെ വിജയസൂക്തങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കർഷകർക്കും കുട്ടികൾക്കും ക്ലാസ് നൽകുന്ന മികച്ച അധ്യാപകൻ കൂടിയാണിദ്ദേഹം. സ്വന്തമായി കൃഷി ചെയ്യുന്നതിനോടൊപ്പം ഭാവിയിലേക്കുള്ള വാഗ്ദാനമെന്നോണം കാർഷിക വിളകളുടെ തൈകൾ ഉത്പാദിപ്പിച്ച് നല്ല കാർഷിക ഭാവിക്കായി പ്രയത്നിച്ചു മുന്നേറുന്ന PM മാത്യുവിനും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് PM മാത്യു 9020706090.